300 കോടിയിലേറെ രൂപയുടെ വ്യാജ വായ്പാ തട്ടിപ്പിൽ പൊളിഞ്ഞ കരുവന്നൂർ സഹകരണ ബാങ്കിനെ രക്ഷിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ ഉപയോഗപ്പെടുത്തി പണം തട്ടുന്നതും ബാങ്കിനെ കബളിപ്പിച്ച ബിനാമി വായ്പാ തട്ടിപ്പുകാർ തന്നെ. ഭൂമിയോ മറ്റു മതിയായ രേഖകളോ ഇല്ലാതെ വ്യാജ വായ്പകൾ വഴി വൻ തുക എടുത്തവരാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടുന്നത്. ബാങ്കിൽ നടക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ നടപടിയിൽ സംശയം ഉന്നയിച്ച് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ട് നൽകിയതോടെ കള്ളക്കളികൾ പുറത്താവുകയാണ്. ഇതേ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട ജോയിന്റ് രജിസ്ട്രാറെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സംഘത്തിന്റെ 19,672 നമ്പർ അംഗം ബ്രഹ്മകുളം കൊങ്കണം വീട്ടിൽ ഷഫീറിന് SLM 5283 നമ്പർ വായ്പയായി 50 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതേ വിലാസത്തിൽ ഇയാളുടെ കുടുംബാംഗമായ റൂഖിയ എന്നയാളുടെ പേരിലും 50 ലക്ഷം SLM 5649 നമ്പറിൽ വായ്പ നൽകി. എന്നാൽ ഇവർക്ക് ലോൺ തിരിച്ചടവിന്റെ ഈട് വസ്തുവോ മറ്റു രേഖകളോ ബാങ്കിലില്ല. 16,580 നമ്പർ അംഗമായ മണികണ്ഠൻ എന്നയാളുടെ പേരിൽ 35 ലക്ഷം രൂപ വായ്പ നൽകി. ഇതിനും ബാങ്കിൽ കണക്ക് മാത്രമേ ഉള്ളൂ, രേഖകളില്ല. ഷഫീറിന്റെ വായ്പ 94.5 ലക്ഷവും റൂഖിയുടെ വായ്പ 95.35 ലക്ഷവും മണികണ്ഠന്റെ വായ്പ 69.75 ലക്ഷവും ബാധ്യതയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 23-ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്ക് അപേക്ഷിച്ച് അവർ അന്ന് തന്നെ 1.5 കോടി രൂപ പണമായി ബാങ്കിൽ നിക്ഷേപിച്ചു. ഷഫീറിന്റെ റൂഖിയുടെയും പേരിൽ 55 ലക്ഷം വീതവും മണികണ്ഠന്റെ പേരിൽ 40 ലക്ഷവുമാണ് നിക്ഷേപിച്ചത്. 2 ലക്ഷത്തിൽ കൂടിയ തുക പണമായി സ്വീകരിക്കരുതെന്ന് റിസർവ് ബാങ്കിന്റെ നിയമം നിലനിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ തുക പണമായി എത്തിച്ചത്. ഈ പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കുകയോ വിവരം ED ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല. പകരം ഈ 3 പേരും ദരിദ്രരാണെന്നും ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി ബാക്കി തുക എഴുതിത്തള്ളണമെന്ന് ശുപാർശ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് സമിതി ജോയിന്റ് രജിസ്ട്രാർക്ക് കത്ത് നൽകിയായിരുന്നു. കത്ത് ലഭിച്ച ജോയിന്റ് രജിസ്ട്രാർ രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇവർക്ക് വായ്പ അനുവദിച്ചതിന്റെ രേഖകളോ ഈടോ നൽകിയ വസ്തുവിന്റെ രേഖകളോ ബാങ്കിലില്ലെന്ന മറുപടിയാണ് ഭരണസമിതി നൽകുന്നത്. ഇതോടെ ഇത് ബിനാമി വായ്പയാണെന്ന് ഓഡിറ്റ് വിഭാഗം സംശയം പ്രകടിപ്പിച്ചു. തിരിച്ചടച്ച 1.5 കോടി രൂപ കള്ളപ്പണമാണെന്ന സംശയം പ്രകടിപ്പിച്ചു. ഇതോടെയാണ് ജോയിന്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി എത്തിയത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്നും കൊന്നുകളയാൻ മടിക്കില്ലെന്നുമായിരുന്നു ഭീഷണി. ഓഡിറ്റ് വിഭാഗം സംശയം ഉന്നയിച്ചതോടെ ജോയിന്റ് രജിസ്ട്രാർ തീരുമാനമെടുക്കാതെ ഫയൽ സഹകരണ രജിസ്ട്രാർക്ക് കൈമാറിക്കഴിഞ്ഞു.